ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹസ്ബൻഡ് ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി വിയറ്റ്നാമിലേക്ക്. എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ആദ്യത്തെ ഫ്ലൈറ്റും ഒക്കെ വിയറ്റ്നാമിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഞങ്ങൾ പോയതിൻ്റെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് കുറച്ച് വീഡിയോയിലും പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ ഡേയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കിങ്ങനെ എൻ്റെ ലൈഫിൽ ഹാപ്പൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാനേ അറിയുള്ളൂ. വലിയ ട്രാവൽ വ്ളോഗേഴ്സ് പറയുന്ന പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ മാക്സിമം നോക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സൊക്കെ നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പോയ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വിയറ്റ്നാം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഹനോയ്, ദനാങ്ക്, ഹോച്ചിമിൻ സിറ്റി, ഫുക്കോക്ക് ഐലൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് 4 മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസാ ഉള്ളത്. അപ്പോൾ ഇതിന്ന് പൊതുവേ ഏതെങ്കിലും 2 സ്ഥലങ്ങളാണ് എല്ലാവരും ചൂസ് ചെയ്യുക. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളം ടു ഡൽഹിയിലേക്ക് പോകുന്ന പോലെ അത്രയും ദൂരമുണ്ട് ഒരു സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ഫ്ലൈറ്റ് കയറേണ്ടി വരും, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഏതെങ്കിലും 2 സ്പോട്ടാണ് കവർ ചെയ്യുക. അപ്പം നമ്മൾ ഹനോയും ദനാങ്കും ചൂസ് ചെയ്തു. ഹോച്ചിമിൻ സിറ്റിയും വേണ്ട വെച്ചു, ഫുക്കോക്ക് ഐലൻഡും വേണ്ട വെച്ചു. അതൊക്കെ ഒരാൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വെച്ചിട്ട് ചൂസ് ചെയ്യലാണ്. അപ്പം ഞാൻ കുറേ വ്ളോഗ്സൊക്കെ കണ്ട് നോക്കിയപ്പോൾ എനിക്ക് ദനാങ്കും ഹനോയും കാണണം എന്നാണ് തോന്നിയത്. ഹനോയി ആണ് മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പി പറഞ്ഞു എനിക്ക് ദനാങ്ക് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്, അതും വേണം. അങ്ങനെ അത് രണ്ടുമായിട്ട് അങ്ങനെ രണ്ടാളും ടേസ്റ്റിനനുസരിച്ചിട്ട് ചൂസ് ചെയ്തതാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഉച്ചയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. ഒരു ഈവനിങ് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പം നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ടായത്. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എന്നിട്ട് നേരെ എയർപോർട്ടിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ എയർപോർട്ടിൽ കയറുണ്ടായത്. രാത്രി ഫ്ലൈറ്റ് അങ്ങനെ. പിന്നെ അതൊന്നും അങ്ങനെ ആ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പബ്ലിക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ അങ്ങ് മടിയാവും. ഒന്നാമത് ഇങ്ങനെ വീഡിയോ ഫേസ് ചെയ്തിട്ട് സംസാരിച്ച് അങ്ങനെ വ്ളോഗ് എടുത്തിട്ടുള്ള ശീലമില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അതിലേക്കുള്ള ഒരു കോൺഫിഡൻസ് അങ്ങ് എത്തിയിട്ടുണ്ടായിട്ടില്ല എനിക്ക്. പിന്നെ പബ്ലിക്കിലെത്തുമ്പോൾ വീഡിയോ എടുക്കാനും എനിക്കൊരു മടിയാണ്. പിന്നെ അധിക സമയം ഞാൻ മറന്നു പോകും വ്ളോഗ് ചെയ്യുന്ന കാര്യം. റിയൽ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കണം. വീഡിയോ എടുക്കുന്നില്ല, എനിക്ക് വ്ളോഗ് എടുക്കണ്ട, അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഓർമ്മ വരിക കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റൊക്കെ കയറി. അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ആദ്യത്തെ ഫ്ലൈറ്റാണ്. ഹോച്ചിമിൻ എത്തി. ഹോച്ചിമിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ഹനോയിലേക്ക്. ഹോച്ചിമിനിൽ ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് ഫ്ലൈറ്റിൽ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ആകെ അലമ്പാക്കി. പിന്നെ ഞാനൊന്ന് ടയേർഡായി. അതും കൂടി ആകുമ്പോഴത്തേക്ക് പിന്നെ തീരെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഹനോയിലെത്തി ഒന്ന് സെറ്റായപ്പോഴാണ് കുറച്ചൊന്ന് ശരിയായത്. ഹനോയ് എയർപോർട്ടാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നമ്മൾ ഗ്രാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ഇവരെ, നമ്മളെ നാട്ടിൽ ഊബർ മാതിരി. അതിൽ നമ്മൾ ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്തപ്പം തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ടാക്സി വരും കേട്ടോ. നല്ല ഒരു സുഖമുള്ള ഏർപ്പാടാണ് ടാക്സി ബുക്കിങ്ങും വരുത്തും പോവലല്ലോ. അതൊക്കെ ഭയങ്കര ഈസിയാണ് ഇവിടെ. ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഒരു എന്താ പറയുക, നമുക്കൊരു സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്ന ഒരു ഫീൽ അങ്ങനെ തോന്നും കേട്ടോ. അങ്ങനെ തോന്നി, എനക്ക് തോന്നി, എന്താ അറിയില്ല. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂം ഓൾറെഡി എപ്പി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ എലിയാന പ്രീമിയം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനടുത്താണ് ട്രെയിൻ സ്ട്രീറ്റ് ഒക്കെ. അപ്പോൾ ഹനോയിൽ ഏകദേശം മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഇതിനടുത്തായതുകൊണ്ട് നമുക്ക് ഈസിയാണ് നടന്നിട്ട് പോയിട്ട് വരാം. പിന്നെ ഇവിടെ കാര്യമായിട്ട് ഹനോയിൽ കാര്യമായിട്ടൊന്നും കാണാൻ ഇതിൻ്റെ അടുത്തില്ല. നമുക്ക് ഇവിടുന്ന് ഓരോ ടൂർ എടുത്തിട്ട് പോകണം. ഓക്കെ, അത് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇതിന് തൊട്ട് മുന്നിലായിട്ട് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. ലഞ്ച് കഴിക്കുമ്പോഴത്തേക്കും തന്നെ 4 മണിയൊക്കെ ആയിട്ടുണ്ടായിന്. നമ്മൾ ഉച്ചക്കല്ല അവിടെ എത്തിയത്. ഫ്രഷായി ഹോട്ടലിലെത്തി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഹോട്ടലിൽ തിരിച്ച് പോയിട്ട് ട്രെയിൻ സ്ട്രീറ്റിൽ ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ച് എന്നിട്ട് നമ്മളൊരു 6:30 ആയപ്പം റൂമിൽ നിന്ന് ഇറങ്ങി. 7 മണിക്കാണ് ട്രെയിന്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോയി. ട്രെയിൻ സ്ട്രീറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ എല്ലാം വ്ളോഗ്സും കാര്യങ്ങളും കണ്ടിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പറയാം. ട്രെയിൻ സ്ട്രീറ്റ് പറയുന്നത് 2 സൈഡിലും ഇങ്ങനെ കഫേസും കോഫി ഷോപ്സൊക്കെ വെച്ചിട്ട് നടക്കൂടി ഇങ്ങനെ ട്രെയിന് പോകും. അപ്പം നമ്മളിങ്ങനെ കോഫിയൊക്കെ ഇരുന്ന് കുടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ട്രെയിന് പോകുമ്പോൾ ഒരു നല്ലൊരു ഫീല്. പിന്നെ തൊട്ടടുത്തായിരിക്കും, എത്രയോ സെൻറ്റിമീറ്റർ അത്ര ദൂരമേ ഉള്ളൂ ട്രെയിനും നമ്മളും തമ്മിൽ. അപ്പം ആ ഒരു
തൊട്ടടുത്തൂടെ ട്രെയിന് പോകുമ്പോഴുള്ള ഫീല്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഈ നിൽക്കുമ്പം തൊട്ടടുത്തൂടെ ട്രെയിന് പോകുമ്പോഴുള്ള ഫീൽ തന്നെ നമ്മളെ നാട്ടിലത്തെ. ബട്ട് നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ആ ഒരു വൈബ് വേറെ തന്നെ. സ്ഥലത്തിൻ്റെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള അട്രാക്ഷനിലൂടെ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. രസമാണത് എക്സ്പീരിയൻസ് ചെയ്യാൻ. അങ്ങനെ നമ്മളൊരു സിറ്റിംഗ് ഒക്കെ കണ്ടുപിടിച്ച് ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചാൽ ആദ്യം നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റിംഗ് നോക്കിയിട്ട് നമ്മൾ ഇരുന്ന്. അതുപോലെ തന്നെ നമ്മൾ 3 ആൾക്കാരുണ്ടായതുകൊണ്ട് 3 സാധനം ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞവർ. അതുകൊണ്ട് നമ്മൾ 2 കോഫി ഒരു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞ് അതിങ്ങനെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മളെ ട്രെയിന് വന്നിട്ടോ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പറയുന്നതാണ് വിയറ്റ്നാമിലെ എഗ് കോഫി മസ്റ്റ് ട്രൈ ആയിട്ട്. ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ തുടങ്ങി എനിക്ക് എഗ് കോഫി കുടിക്കണം, എഗ് കോഫി കുടിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ മനസ്സിൽ ഫുൾ ഇതാണ്, ബൺമി കഴിക്കണം, എഗ് കോഫി കുടിക്കണം എന്നൊക്കെ. അങ്ങനെ എഗ് കോഫി വന്ന് കുടിച്ച് നോക്കി മക്കളെ, പണി പാളിയില്ല. എഗ്ഗിൻ്റെ ചൊയ, ചെറിയ ചൊയയാണെങ്കിലും അതങ്ങോട്ട് പച്ചമുട്ട ചൊയക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ആ ഒരു കോഫി കുടിക്കാൻ പറ്റുക. എനിക്ക് പറ്റുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ലോ പിന്നെ പകുതിയാക്കി, കാരണം ഞാനാണ് ആവേശം മൂത്തിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ പിന്നെ തോറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെ പകുതി ഞാൻ ഫിനിഷാക്കി. എനിക്ക് പിന്നെ ആവുന്നേ ഇല്ല. പിന്നെയാണെങ്കിൽ എപ്പിൻ്റെ കോഫി നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിനേക്കാളും ബെറ്ററാണ്. അത് കോൾഡ് കോഫിയും ഇത് ഹോട്ടും ആണ്. അങ്ങനെ കോൾഡാണെങ്കിലും നല്ല തേങ്ങൻ്റെ ആ ഒരു തേങ്ങാപ്പാലിലിട്ട് അടിച്ചതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ അതന്നെ കഴിച്ചട്ടോ. എൻ്റെത് പകുതിയാക്കി. പൊതുവെ എല്ലായിടത്തും പോയിക്കാൻ ഇങ്ങനെ തന്നെ. ഞാൻ ഓർഡർ ചെയ്യുന്ന എപ്പോഴും ഫ്ലോപ്പ് ആയിരിക്കും. എപ്പിൻ്റെത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് ഞാൻ അതിൽ തന്നെ ആയിരിക്കും എൻ്റെ കണ്ണ്. ഇത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതെങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്നുള്ളതായിരിക്കും പിന്നെ ചിന്തിക്കുക. പിന്നെ ഞാൻ അങ്ങനെ ക്രൂരല്ലാതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല. ഓർഡർ ചെയ്ത് ഓറന്നെ കൂടുതൽ കഴിക്കൽ. മെല്ലനെ മെല്ലെ തോണ്ടു വന്നാലും അങ്ങനെ. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മളെ റൂമിനടുത്ത് തന്നെ ഈ ഒരു സാധനം ഡോണറ്റൊക്കെ പോലെ. അപ്പോൾ ഈ ഒരു സാധനം കൂടെ വാങ്ങിയിട്ട് നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്.